നാലോട്ടിന് വേണ്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ തിരിച്ചടി കൊടുത്തപ്പോൾ പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി. ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിൽ മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. അന്നു മുതൽ വർഗീയത പ്രസംഗിക്കുന്നവർക്ക് പൊന്നാട അണിയിക്കാൻ പോയത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ച ആളാണ് പിണറായി വിജയൻ. പറയുന്നത് മാറ്റി പറയുന്ന ആളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്ത ആളല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നുണ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു ബന്ധമില്ലെന്ന്? ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയപ്പോ പറഞ്ഞ ആളല്ലേ? അദ്ദേഹമാണ് പറയുന്ന വാക്ക് മാറ്റി പറയുന്നത്, നുണ പറയുന്നത്. എനിക്ക് ഒരു ബന്ധമില്ല എന്ന് നുണയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ബന്ധമുണ്ടെന്ന് തെളിയിക്കാമല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ടല്ലോ. അപ്പൊ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് ശബരിമല പറഞ്ഞില്ലേ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ? എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പാർലമെന്റിൽ തോറ്റപ്പോ എല്ലാ വീടുകളിലും ഇറങ്ങി മാപ്പി ചോദിച്ചില്ലേ? CPM മാപ്പി ചോദിച്ചില്ലേ? ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-കാർ ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി ഒരു നടപടിയെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടായോ? കൊള്ളക്കാരെയും കവർച്ചക്കാരെയുമാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. എന്നിട്ടിപ്പോ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാണ്. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ മകനൊരു സമൻസ് മാത്രമേ വന്നുള്ളൂ. പിന്നെ അത് എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ. ആരായിട്ട്? ആരാണ് RSSുമായിട്ട്? എന്റെ വീട്ടിലേക്ക് BJP എല്ലാ മാസവും മാർച്ച് വയ്ക്കും. എന്റെ പറവൂരിലെ വീട്ടിലേക്ക്. എനിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായി അവരാണ് എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത്. ആരായിട്ട്? RSS. ഞങ്ങളെ തോൽപ്പിക്കാനാണ് BJP നടക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നടക്കുന്നത്. പാലക്കാട് ഡീലുണ്ട്. നിരവധി നിയോജക മണ്ഡലങ്ങളിൽ BJP CPM ഡീലുണ്ട്. മലമ്പുഴയും കോങ്ങാടുമോ? അതെന്തിന്? കോങ്ങാടും ജയിക്കും ഞങ്ങൾ, മലമ്പുഴയും ജയിക്കും. അതൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പൊ കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ലേ? വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് ഇവർ ചെയ്യുന്നത്. RV ബാബു പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയുടെ ക്ഷണം പ്രകാരമാണ് താങ്കൾ അല്ല, ഞാൻ പറഞ്ഞുതരാം. കേൾക്ക്. മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന പടത്തിന്റെ പുറകിലെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കേൾക്ക്. സംവാദം. ഒരു സംവാദം സംഘടിപ്പിച്ചു. എന്താണ്? മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും. അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പണ്ട് ഞാൻ CPM-ന്റെ വേദിയിലും CPI-യുടെ വേദിയിലും ഇവരുടെ എല്ലാവരുടെ വേദിയിലും എല്ലാവരും പോവായിരുന്നു. പണ്ട് സംവാദത്തിനും സെമിനാറിനും എല്ലാം എല്ലാവരും പോവും. അതിന്റെ പുറയിൽ അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ RSSനെ പുകഴ്ത്തിയതാണെങ്ങനെ ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ KV തോമസ് കോൺഗ്രസ് ആയിരിക്കുമ്പോ കണ്ണൂർ സമ്മേളനത്തിലേക്ക് KV തോമസ് മാഷെ ഇവര് വിളിച്ചില്ലേ? കോൺഗ്രസ് ആയിരിക്കുമ്പോ അവിടെ സമ്മേളനത്തിൽ പണ്ട് പോവും. പറവൂര് EMS സാംസ്കാരിക കേന്ദ്രത്തിന്റെ പരിപാടിയിൽ CPM പണ്ട് വിളിക്കായിരുന്നു. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. പണ്ട് എല്ലാവരുടെയും വേദിയിൽ സെമിനാറും സംവാദങ്ങൾ നടക്കുമ്പോൾ പോവും. എന്താണ്? മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? സംവാദമല്ലേ? അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളല്ല. അവരൊപ്പം നിന്ന് മത്സരിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ ഈ മസ്കറ്റ് ഹോട്ടലില് അടച്ചിട്ട മുറിയിൽ 1-ാം നമ്പർ കാറ് മാറി വന്ന് CM-ന്റെ മധ്യസ്ഥതയിൽ RSSുമായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ തല കുനിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലായി? തല കുനിച്ചിരുന്നു. മറുപടി പറയാനില്ലാതെ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ തൃശൂരിൽ P. പരമേശ്വരന്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് BS അച്യുതാനന്ദനാണ്. എന്നെ MP വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, ആ പരിപാടിക്ക് പോയത്. BS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം, തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത പുസ്തകം VD സതീശന് തൃശ്ശൂരിൽ ചെയ്യാൻ പാടില്ലേ? മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. പിണറായി എനിക്കത് പറഞ്ഞത് നന്നായി. ഇത് പറഞ്ഞപ്പോ ഒരു 12 കാര്യം പഴയത് എനിക്ക് പറയാൻ പറ്റി, ഓർമ്മിപ്പിക്കാൻ. അത് അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ വോട്ടിംഗ് പാറ്റേൺ കണ്ടാ അറിയാം. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. RV ബാബു ഭയങ്കര കോൺഗ്രസ് വിരോധിയാണ്. കാരണം ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂര് വന്ന് താമസിക്കുകയാണ്. മനസ്സിലായി? അത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് പറയാം. താങ്കളുടെ ഇന്റർവ്യൂ
അപ്പൊ ഞാൻ പറയാം, ഞാൻ മനോരമ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂ പോലീസ് ആവശ്യപ്പെട്ടിട്ട് മെറ്റ അതിൽ നിന്ന് നീക്കി, ഫേസ്ബുക്കിൽ നിന്ന് നീക്കി. ആ ഇന്റർവ്യൂവിനെ പോലെ ഒരു ഭയപ്പെടുവാണ്. എന്തിനാ ഇത്ര ഭയപ്പെടുന്നു? ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതിന് എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇന്റർവ്യൂ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസ് ആവശ്യപ്പെട്ടിട്ടാണ് മനോരമയിൽ ഞാൻ കൊടുത്ത ഇന്റർവ്യൂ മാറ്റിയത്. പോലീസിന് എന്ത് അവകാശം? പോലീസിന് എന്ത് അവകാശമാണുള്ളത്? എന്റെ ഇന്റർവ്യൂ നീക്കം ചെയ്യാൻ ഞാൻ എന്താണ് ആ ഇന്റർവ്യൂവിൽ മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. രാഷ്ട്രീയമല്ല പറഞ്ഞത്, രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അപ്പൊ ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. ഭയം. എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ്. ഹിറ്റ്ലറിനും ഭയമായിരുന്നു, സ്റ്റാലിനും ഭയമായിരുന്നു, പിണറായി വിജയനും ഭയമാണ്. ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ആ ഇന്റർവ്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്വന്തം പോലീസിനെ കൊണ്ട് മെറ്റയ്ക്ക് ശുപാർശ ചെയ്യിപ്പിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ പറയുന്നത് മെറ്റ അറിയാതെ നീക്കിയതെന്നാണ്. അതിന് താഴെയുള്ള കമന്റുകൾ മാത്രം നീക്കാനാണ് നിർദ്ദേശം. അതിപ്പോ വീണെടുത്തിടുന്ന ഉരുളുവാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീണെടുത്തിടുന്ന ഉരുളുവാണ്. കേരളത്തിലെ പോലീസ് ഇത് റിമൂവ് ചെയ്യണമെന്ന് മെറ്റയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്താ കമന്റിൽ എന്താ കുഴപ്പം? അല്ല, കമന്റിൽ എന്താ കുഴപ്പം? അല്ലല്ലല്ല, ശുപാർശ ചെയ്തത് കേരള പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുമല്ല. കേരള പോലീസ് ശുപാർശ ചെയ്തു. പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണല്ലോ. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിലെ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബ്രത്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ് അദ്ദേഹം. ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്തി. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, ബ്രത്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപതികൾക്കെല്ലാം ഭയമാണ്. അതിൽ കൂട്ടത്തിൽ ഭയമുള്ള ഒരാളാണ് ഭീരുവായ മുഖ്യമന്ത്രി.